ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ കുറിച്ചാണ്. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം, അതിൽ നമ്മൾ ഈ സെയിം കമ്പനിയെ തന്നെ ഫോർവേഡ് ആയിട്ടുള്ള വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ PE എങ്ങനെയാണ് റീറേറ്റ് ചെയ്യപ്പെടുന്നത്, PE എങ്ങനെയാണ് ഡീറേറ്റ് ചെയ്യപ്പെടുന്നത്, PE എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ തന്നെ ബേസിക് ആയിട്ട് എങ്ങനെ ഫ്യൂച്ചറിലേക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് PE ഒക്കെ കൊടുത്തിട്ട് ഏണിങ്സിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സെയിം കമ്പനിയിൽ തന്നെ ആക്ച്വലി ആ ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ഗൈഡൻസിൻ്റെ പുറത്ത് എങ്ങനെ ഈ വാല്യൂസിനെ നമുക്ക് റിയൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു കമ്പനി നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, വിപണനം എന്നിവയാണ്. ഇവർ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നെക്ലേസ്, ബാംഗിൾസ്, റിങ്സ്, ഇയറിങ്സ് പോലുള്ള ജ്വല്ലറി ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഇവർ ഫോളോ ചെയ്യുന്നത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇവർ ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇവരെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെയാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന ക്ലയൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ കോൺ കോൾസിലുള്ള കുറച്ച് ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ കോൺ കോഡ് നോക്കുക, അതുപോലെ തന്നെ PPT നോക്കുക, ആനുവൽ റിപ്പോർട്ട് നോക്കുക, അതുപോലെ തന്നെ ഈ സ്ക്രീനറിൽ കൊടുത്തിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ട് അതിലെന്തൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ കോൺ കോൾസിൽ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു കമ്പനിയെ കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ മാർക്കറ്റ് ലീഡർ പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ. ഇപ്പോൾ 65% അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സ് ആണ്. അത് ബാക്കിയുള്ളവ ഡിസ്ട്രിബ്യൂട്ടേഴ്സും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത 3 വർഷത്തിൽ 100% ക്ലയൻസും അവർ കോർപ്പറേറ്റ് ബിസിനസ്സിലേക്ക് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പം റീസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ കോൺ കോൾസ് എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള അവരുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് കുറേ അധികം ക്ലയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അവരുടെ ക്ലയൻസ് മലബാർ ഗോൾഡ് ആണ്. നമുക്ക് എല്ലാവരും അറിയുന്ന ആ ഒരു കമ്പനിയാണ്. അപ്പം ആലോചിച്ച് നോക്കുക, ആകെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 4773 കോടിയുള്ള ഈ ഒരു കമ്പനിക്ക് ഇത്രയും വലിയ ക്ലയൻസ് ഒക്കെയാണ് ഉള്ളത്. ഇനി താഴെ ബാക്കിയുള്ളവരുടെ ക്ലയൻസിനെ കൂടെ നമ്മൾ ജസ്റ്റ് നോക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത 4 പൊസിഷനിൽ അവരുടെ വരുന്നത് കല്യാൺ ജ്വല്ലേഴ്സ്, സെൻകോ ഗോൾഡ്, ജയലക്ഷ്മി, ഭീമ ഇങ്ങനെയുള്ള ക്ലയൻസ് ഒക്കെയാണ് അവിടെ ടോപ്പ് 5 പൊസിഷൻസിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനീൻ്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇവർ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡിസൈൻസ് എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവർക്ക് കോർപ്പറേറ്റ്സിന് നല്ല രീതിക്ക് പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മോണോപ്പൊളി അഡ്വാൻറ്റേജ് ഇതാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് അവർ ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള മറ്റനവധി രാജ്യങ്ങളിലേക്ക് അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ രാജ്യങ്ങളിലൊക്കെ ഇവിടെ ഇന്ത്യയിലുള്ള പല കമ്പനികളും അവിടെ അവർക്ക് ഓൾറെഡി ക്ലയൻറ്റ് ബേസ് ആയിട്ടുണ്ട്. അപ്പം ഇവർ ഫ്യൂച്ചറിലേക്ക് കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ലൊരു കമ്പനി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കമ്പനിയെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു കമ്പനീൻ്റെ സൈറ്റിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കോൺ കോൾസ് കാര്യങ്ങൾ, PPT, അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടൊക്കെ വായിച്ച് നോക്കുക. അതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കാര്യം നോക്കുക, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4773 കോടി രൂപയുടെ ചെറിയൊരു കമ്പനിക്ക് അവരുടെ ക്ലയൻറ്റ് ബേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചെറിയ കമ്പനി എത്രത്തോളം വലിയ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാം. പിന്നെ എത്രയൊക്കെ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഫൈനലി മാർക്കറ്റ് അതിന് വാല്യൂഷൻ കൊടുക്കാതെ ഒരിക്കലും ഒരു സ്റ്റോക്കും മൂവ്മെൻറ്റ് ചെയ്യത്തില്ല. ഏറ്റവും ഫസ്റ്റ് അത് റിഫ്ലക്റ്റ് ആവുക ചാർട്ടിലാണ്, അതിൻ്റെ പ്രൈസ് ആക്ഷനിലാണ്. അപ്പം ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങുന്ന ന്യൂസുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഒക്കെ മുന്നേ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എപ്പോഴും ചാർട്ടുകളിലാണ്. ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ഗൈഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഫെയർ വാല്യൂസും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിപ്പം ജൂണിലുള്ള കോൺ കോളിൽ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ റവന്യൂ 2027 ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 6300 കോടിയാവും. അതേപോലെ തന്നെ അവിടെ പാറ്റ് മാർജിന് 3% ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു ഗൈഡൻസ് കിട്ടി. ഈ ഒരു ഗൈഡൻസ് വെച്ചിട്ട് എങ്ങനെ ആക്ച്വലി ഇവരുടെ വാല്യൂഷൻ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ഷീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഇവിടെ 2024 കാര്യങ്ങളും പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ്, EPS, PE എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വാല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോളത്തിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇവിടെ നമ്മൾ PEൻ്റെ മീഡിയൻ PEന് 5 കൊല്ലത്തെയും 3 കൊല്ലത്തെയും മീഡിയം PE, അതുപോലെ തന്നെ പിയർ കമ്പാരിസണിലുള്ള മീഡിയം PE, അതുപോലെ തന്നെ പിയർ കമ്പാരിസണിലുള്ള ഹൈ PEൻ്റെ ഒരു ആവറേജ് റേറ്റും പിന്നെ ഗ്രോത്ത് ഒരു കമ്പനി ഉണ്ടാക്കുന്ന 5 കൊല്ലത്തെയും 3 കൊല്ലത്തെയും ഗ്രോത്ത് എടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജിൽ എത്ര എസ്റ്റിമേറ്റഡ് PE കൊടുക്കും മാർക്കറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ 3 ഇയറിൽ ഈ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഡബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ആയിരിക്കും. ഇങ്ങനത്തെ കൊടുക്കാനുള്ള റീസൺ എങ്ങനെയൊക്കെയാണെന്ന് വരുമ്പോൾ
പൊതുവെ പറയാം. ഇവിടെ ഈ 2 കോളങ്ങൾ ഗ്രീനിലാക്കി വെച്ചതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് ഗ്രോത്ത് കൂടുമ്പോൾ മാത്രമേ മാർക്കറ്റിൽ EPSൻ്റെ വർധന ഉണ്ടാവുള്ളൂ. അപ്പം മാത്രമേ സ്റ്റോക്ക് പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഹയർ പിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ പ്രൈസും അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് പോവുകയും ചെയ്യത്തുള്ളൂ. അപ്പം ഗ്രോത്ത് ഇല്ലാതൊരു കമ്പനി മുന്നോട്ടേക്ക് പോകത്തില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വെക്കാം. അപ്പം നമ്മളിവിടെ ഓൾറെഡി കിട്ടി 2027 ഈ ഒരു കമ്പനി കൊടുത്തിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് 6300 കോടിയും പാറ്റ് മാർജിൻ എന്ന് പറയുന്നത് 3%. അപ്പം 2027 ആ ഒരു വാല്യൂസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. 6300 കോടിൻ്റെ റവന്യൂ, 3%ൻ്റെ പാറ്റ് മാർജിൻ. അതേപോലെ തന്നെ 2024 റവന്യൂ പാറ്റ് മാർജിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോകുമ്പോൾ നമ്മൾ ട്രെയിലിംഗ് 12 മന്തിലുള്ള വാല്യൂസ് എടുക്കണം. 24 നമ്മൾ പാറ്റ് മാർജിൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും സെയിൽസും ഉണ്ട്. അപ്പം ഈ 2466 എത്ര പെർസെൻറ്റേജാണ് 80 എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൻ്റെ മാർജിൻ കിട്ടും. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ ചെയ്യാം. ഇവിടെ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റായ 80 ഡിവൈഡഡ് ബൈ 2446 റവന്യൂ. 2446 റവന്യൂ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നോക്കുമ്പോൾ 3.2%ൻ്റെ പാറ്റ് മാർജിനാണ് ഇപ്പം ട്രെയിലിംഗ് 12 മന്തിൽ ഈ ഒരു കമ്പനിക്കുള്ളത്. അതായത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കറണ്ടിലുള്ള പാറ്റ് മാർജിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓവർ ഹൈപ്പായിട്ട് കൊടുത്തിട്ടുള്ള ഒന്നല്ല. ചില കമ്പനികൾ ഭയങ്കര ഓവർ ഹൈപ്പിൽ അവരുടെ റവന്യൂ ഇതൊക്കെ കാണിക്കും. അപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം 2466. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിടാം. അപ്പം ഇവിടെ 2024 റവന്യൂ നമുക്ക് ഓൾറെഡി അറിയാം. നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി അറിയാം 80 ആണ്. നമ്മളിവിടെ നേരത്തെ കണ്ടതാണ് 80 രൂപയാണ്, 80 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2027 നെറ്റ് പ്രോഫിറ്റ് ആണ്. അതിന് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് റവന്യൂ പാറ്റ് മാർജിനും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ബാക്കി നമ്മളെല്ലാം കാൽക്കുലേഷൻ ചെയ്തെടുക്കണം 2027. അതിന് വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് റവന്യൂ ഇൻറ്റു പാറ്റ് മാർജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എമൗണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ആ സെൽ റെഫറൻസ് ഇവിടെ സെലക്ട് ചെയ്യാണ്. അപ്പം നമുക്ക് 189 കോടി എന്നുള്ള ഒരു നെറ്റ് പ്രോഫിറ്റാണ് 2027 6300 കോടി എന്ന് പറഞ്ഞിട്ടുള്ള സെയിൽസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാന്നുള്ളത് മനസ്സിലായി നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഏണിങ്സ് കാണണം. ഏണിങ്സ് കാണുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഇവിടെ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം 1.47 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ കാണാം. അതേപോലെ തന്നെ ഇപ്പോഴുള്ള കറണ്ട് പ്രൈസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇപ്പോഴുള്ള കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 32.57 ആണ്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള EPS നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 60.03 എന്ന് കാണാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി. ഇനി നമുക്ക് EPS കണ്ടിരിക്കുക. ഈ ഏണിംഗ് പെർ ഷെയർ എങ്ങനെയാണ് കാണുക? നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയറിന് എത്ര രൂപൻ്റെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ഇവിടെ നെറ്റ് പ്രോഫിറ്റ് സെൽ റെഫറൻസ് എടുത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 54ൻ്റെ PE എന്ന് കാണാം. അതേപോലെ തന്നെ 2027 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 128 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പറും കാണാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഇപ്പം 2024 ഡാറ്റ എടുത്തപ്പോൾ കറണ്ടിലുള്ള EPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 54.4 വന്നത്. പക്ഷേ നമ്മൾ ഇപ്പം സ്ക്രീനിൽ നോക്കിയപ്പം 60ൻ്റെ EPS ആണ് വന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോർപ്പറേറ്റ് ആക്ഷനിൽ പോയി നോക്കിയെങ്കിൽ മനസ്സിലാവും. റീസെൻ്റ് ആയിട്ട് കുറച്ച് ഷെയർസ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് 2692 എന്നുള്ള പ്രീമിയത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നേരത്തെ 1.47 എന്നുള്ള ആ ഒരു നമ്പർ ഓഫ് ഷെയർസ് അല്ലായിരുന്നുള്ളത്, അതിലും കുറവായിരുന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി EPSലുള്ള ചേഞ്ച് വന്ന് അത് സ്ക്രീനിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് കണ്ടത് PE ആണ്. PE കാണാൻ വേണ്ടി നമ്മൾ പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു ഇവിടെ പ്രൈസ് സെലക്ട് ചെയ്യാം, ഡിവൈഡ് ബൈ EPS. ഇവിടെ PE നോക്കിയിട്ടുണ്ടെങ്കിൽ കറൻറ്റ് 59.8 ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ 2027 PE നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ടു പ്രൈസ് ഡിവൈഡ് ബൈ EPS വെച്ചിട്ട് നോക്കുക. നമ്മൾ ഫോർകാസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള EPS നോക്കുമ്പോൾ 25 കിട്ടി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കറൻ്റ്ലി ഉള്ള PEനെക്കാട്ടിലും കുറവാണ് ഫ്യൂച്ചറിലുള്ള PE ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അതായത് ഇപ്പോഴുള്ള PE എന്ന് പറയുന്നത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വാല്യൂഷൻ നോക്കേണ്ടത്. ഇപ്പോഴുള്ള PEനെക്കാട്ടിലും കൂടുതലാണ് ഫ്യൂച്ചറിലേക്കുള്ള PE എന്നുണ്ടെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ PE കുറഞ്ഞിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് PE അഡ്ജസ്റ്റഡ് ആയി വരും. നമ്മൾ ഇന്നലത്തെ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇനി നോക്കുക, ഇനി നമുക്കിവിടെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി PE. അപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം
പിയുടെ 5 ഇയറിലുള്ള മീഡിയനും 3 ഇയറിലുള്ള മീഡിയൻ പിയും നമ്മൾ ഇവിടെ പോയിട്ട് ചാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുക. 5 ഇയറിൽ സെലക്ട് ചെയ്തിട്ട് മീഡിയൻ പി 34.8, 3 ഇയറിൽ നോക്കുമ്പോൾ അവിടെയും സെയിം തന്നെയാണ് വരുന്നത്. ചില കേസിൽ ഇത് ഡിഫറൻസ് ആയിരിക്കും, ഇവിടെ സെയിം ആണ്. അപ്പം നമ്മൾ 34.8 എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്തും കൊടുക്കുകയാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് മീഡിയൻ പി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പി എസ് ഹൈ പിൻ്റെ ആവറേജ്. അപ്പം പി എസിൽ പോയിട്ട് ഇവിടെ പി നോക്കുക, മീഡിയൻ പി നോക്കുമ്പോൾ 38.37 അപ്പം 38.37. അതുപോലെ തന്നെ ഇനി പി എസിലുള്ള പിയിലെ ഹൈ നോക്കുമ്പം ഇവിടെ ഫസ്റ്റ് രണ്ട് കമ്പനികൾ നോക്കുന്നുണ്ടെങ്കിൽ 87, 107 പിയിലാണ്. അതുപോലെ തന്നെ 400 ബി ഉണ്ട്, 181 ബി ഉണ്ട്. നമ്മളിവിടെ ഒരു ആവറേജ് ആയിട്ട് ഒരു 100 ബി എടുക്കുക. നമ്മളധികം ഓവറായിട്ടുള്ള ഹൈപ്പ് കൊടുത്തിട്ടുള്ള പി കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം 100 ഒരു പി കൊടുക്കുന്നു, ഹൈ പി നമ്മൾ അതായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇവിടെ നോക്കാനുള്ളത് 5 ഇയറിൻ്റെ ഗ്രോത്തും 3 ഇയറിൻ്റെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ്. അതെങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോകുമ്പോൾ ഇവിടെ താഴെ കാണാം കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ 5 ഇയർ അതുപോലെ തന്നെ 3 ഇയർ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു നമ്പേഴ്സ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള 5 വർഷമായിട്ടുള്ള ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. മാർച്ച് 2022 മുതൽ ട്രെയിലിംഗ് 12 മന്ത് വരെ നമ്മൾ 3 ഇയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള വാല്യൂ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 17ഉം എൻഡിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 80ഉമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ CAGR കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇവിടെ ഇനീഷ്യൽ വാല്യൂവിൽ നമ്മൾ 17 നേരത്തെ കണ്ട പോലെ തന്നെ, എൻഡിങ് വാല്യൂ 80. പീരീഡ് ഓഫ് ഇയറിൽ 3 ഇയർ കൊടുത്തപ്പോൾ CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 67.58% CAGR ഗ്രോത്ത് നമുക്ക് ഇവിടെ കിട്ടി. അപ്പം 67.58. ഈ 5 ഇയറിൻ്റെ ഗ്രോത്ത് എടുക്കാൻ അവിടെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു കോളം നമ്മൾ ഇവിടെ ഒഴിവാക്കി വിടുകയാണ്. ഇനി അടുത്തത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്രോത്താണ് നമ്മളെപ്പോഴും മാർക്കറ്റിൽ ഡിവൈൻ ചെയ്യുന്നത് സ്റ്റോക്ക് പ്രൈസിനെ എന്ന് പറഞ്ഞു. അപ്പം എപ്പോഴും മാർക്കറ്റിലുള്ള ഗ്രോത്തിൻ്റെയും കാട്ടിലും ഡബിളോ ട്രിപ്പിളോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ എപ്പോഴും മാർക്കറ്റ് PE കമാൻഡ് ചെയ്യും. അത്രയും ഹൈ ഗ്രോത്തുള്ളൊരു സെക്ടറാണ് അല്ലെങ്കിൽ അത്രയും ഹൈ ഗ്രോത്തുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മിനിമം അതിൻ്റെ ഡബിൾ, അറ്റ്ലീസ്റ്റ് ഡബിളെങ്കിലും കമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഇയറിൻ്റെ ഗ്രോത്തിനെ ഞാൻ × 2 ചെയ്യുമ്പം അതിൻ്റെ ഡബിൾ PE എനിക്ക് കിട്ടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രാസ്റ്റിക്കലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 33ൻ്റെ PE, പക്ഷേ 33ൻ്റെ EPS, അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള PE എന്ന് പറയുന്നത് 65. അപ്പം ഇതല്ലാതെ പല വേറെ കമ്പനികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഗ്രോത്തിങ് ആയിട്ടുള്ള കമ്പനികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏണിങ്സിൻ്റെ ഡബിളൊക്കെ ആയിട്ട് കാണുന്നത് അതിനെക്കാളും 3ഉം 4ഉം 5ഉം ഇരട്ടിയൊക്കെ മാർക്കറ്റ് അതിന് PE കമാൻഡ് ചെയ്യുന്നത് കാണാം. അപ്പം അതിൻ്റെ ഒരു വാല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 3 ഇയറിൻ്റെ ഡബിൾ ചെയ്തത്. 5 ഇയറിൻ്റെ അതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല. ഇനിയെന്ന് പറഞ്ഞത് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് കിട്ടണം. ഇപ്പം നമുക്ക് PE കിട്ടി, PES കാണാം. ഫ്യൂച്ചർ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ പ്രൈസ് എങ്ങനെയാണ് കാണാം? PE × EPS. ഇവിടെ EPS ഓൾറെഡി നമ്മൾ 2027 EPS നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 128 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ PE നമ്മൾ പല സീനാരിയോകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ആയിരിക്കും എന്ന് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PE കണ്ടുപിടിക്കാൻ ഈക്വൽ ടു ഫ്യൂച്ചർ പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് PE × ഇവിടെയുള്ള ഫ്യൂച്ചറിൽ നമ്മൾ 2027 കണ്ടുപിടിച്ച EPS അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 4474. അതായത് ഇവിടെ ഞാൻ ഓൾറെഡി ഇക്വേഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്യൂച്ചർ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ കറണ്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 37.37% ഗ്രോത്താണ് ഈ ഒരു കമ്പനിക്ക്. നമ്മൾ 34ൻ്റെ PEയിൽ ഫ്യൂച്ചറിലുള്ള EPS വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള താഴത്തേക്കുള്ള വാല്യൂസ് നമ്മൾ ഇതേ ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും ഇതേപോലെ തന്നെ നമ്മൾ PE × EPS ചെയ്യുമ്പോഴുള്ള വാല്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 കോളത്തിലുള്ള 37% ഗ്രോത്ത് സെയിം ആണ്, കാരണം ഇവിടെ PE സെയിം ആയതുകൊണ്ട്. അടുത്ത മീഡിയൻ PEയിൽ നമ്മൾ നോക്കുമ്പോൾ PEസിലെ കമ്പാരിസണിലുള്ള 38ൻ്റെ PE എടുക്കുമ്പോൾ ഇവിടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് 49.33, കറണ്ട് പ്രൈസായ 32.57 ഓൾമോസ്റ്റ് 51.47% ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ PEയിലുള്ള ഹൈ PE ആയിട്ടുള്ള 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 12,857, അതായത് 294% വളർച്ച. ഓൾമോസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ ട്രിപ്പിൾ ആവും. ഇനി അതല്ല 3 ഇയറിൻ്റെ ഗ്രോത്തിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള 67ൻ്റെ PE കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 166.77, ഓൾമോസ്റ്റ് 1.6ൻ്റെ ഗ്രോത്ത് നമ്മളുണ്ടാവും. ഇനി അതല്ല 3 ഇയർ ഗ്രോത്തിൻ്റെ ഡബിൾ മാർക്കറ്റ് കമാൻഡ് ചെയ്യാണ് PE എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് ഓൾമോസ്റ്റ് 17,378, അതായത് 433.55% ഗ്രോത്ത്. നമ്മുടെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് 4x ആവും വിത്തിൻ ഒരു 3 to 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ. അപ്പം ഇതൊരു ലോങ് റണ്ണിലുള്ളൊരു റിട്ടേൺ ആണ് നമ്മളിവിടെ ഈ 4x എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 4x വരെയൊക്കെ ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ PE കമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ആ ഒരു വാല്യൂ കൊടുക്കും.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോർവേഡഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് മാർക്കറ്റിൽ നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഒരു വാല്യൂഷന് കണക്കാക്കിയിട്ടുള്ള ഗ്രോത്ത് ചാർട്ട് തരുന്നുണ്ടോ, അതായത് ചാർട്ട് എപ്പോഴും പ്രീമിയം വാല്യൂ ആണ് ഇപ്പം ആ സ്റ്റോക്കിന് കൊടുക്കുന്നത്, എത്രത്തോളം റിട്ടേൺ ചാർട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി ഫർദർ മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചാർട്ടും കൂടി കമ്പൈൻ ചെയ്ത് അനാലിസിസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. കാരണം എല്ലാ കമ്പനീസും ഇതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ ഗൈഡൻസും ഒക്കെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവിൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം ഇതിൻ്റെ വേസ്റ്റ് കേസിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് സിംഗൊക്കെ ചെയ്യണമെങ്കിൽ 37% നിങ്ങൾക്കൊരു ടാർഗറ്റ് ഒന്നും വെക്കാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള ടാർഗറ്റുകളും കാര്യങ്ങളൊക്കെ വെക്കുക. ഒരു ലോങ് റണ്ണിൽ ഇത് ഉറപ്പായിട്ടും നല്ലൊരു റിട്ടേൺ തരും. ഈ ഒരു ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടൈം ആഫ്റ്റർ ടൈം ഈ ഒരു സ്റ്റോക്ക് കോമ്പൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിൽസ് ആണെന്നുണ്ടെങ്കിലും 2022 17 കോടി ഉണ്ടായിരുന്ന സെയിൽസ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പം 19, അതുപോലെ തന്നെ 40, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 80 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് പോയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഇയറിനെക്കാട്ടിലും ഡബിൾ ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ്. ഇതേപോലെ തന്നെ ഈ പ്രോഫിറ്റ് ഇങ്ങനെ ടൈം ആഫ്റ്റർ ടൈം ഇതുപോലെ ജമ്പ് ചെയ്ത് പോവുകയാണ്, ഡബിൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന PE ഒക്കെ കമാൻഡ് ചെയ്തിട്ട് ഹയർ ഏർണിങ്സ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ ഉള്ള 2400 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെയിൽസ് നിന്ന് ഓട്ടോമാറ്റിക്കലി 6200 എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ടാർഗറ്റിലേക്ക് വിത്തിൻ 3 ഇയറിനുള്ളിലൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഫോർകാസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവിക്ഷൻ കൂടി നോക്കിയിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ബാക്കി നമുക്ക് ചാർട്ടിലും കൂടി നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 2023 നല്ലൊരു കൺസോളിഡേഷൻ റേഞ്ച് ഉണ്ടാക്കി. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഓൾമോസ്റ്റ് നല്ലൊരു റാലി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും എന്താണ് സ്റ്റോക്ക് പ്രൈസ് ഇവിടെ ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. വീണ്ടും ഒരു കൺസോളിഡേഷൻ, ആ കൺസോളിഡേഷൻ ലെവലിനെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റാലി. എന്നിട്ട് ഇപ്പം കറണ്ട് സിനാരിയോയിൽ നോക്കുമ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു അപ്പ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിത്ത് ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയ ലോന് ഒരിക്കൽ പോലും മാർക്കറ്റ് വന്നിട്ട് ബ്രേക്ക് ചെയ്യണില്ല. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഓരോ പുതിയ ഹയർ ലോ ഉണ്ടാകുമ്പോഴും ആ ഹയർ ലോനെ മാർക്കറ്റ് ഒരിക്കൽ പോലും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എപ്പോഴും മാർക്കറ്റ് പുതിയ ഹയർ ഹൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള പുതിയൊരു ഹയർ ഹൈ ഉണ്ട്. ഇനി ഇവിടുന്ന് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി ആ ഒരു ലോയിലേക്ക് പുൾ ബാക്ക് വന്ന് വീണ്ടും ഒരു ഹൈ ജനറേറ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും ഒരു പുൾ ബാക്ക് വന്ന് വീണ്ടും പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും ഒരു പുൾ ബാക്ക് വന്ന് ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടിലേക്കും കൂടിയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ട്രോങ് ആയിട്ടൊരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് വീണ്ടും ഈ ഒരു ഹൈ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിരിക്കും ചാൻസ്. ഇങ്ങനെയുള്ളൊരു പാറ്റേൺ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഫോറക്സിൻ്റെ അടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 432% ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇത്രയും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് കണ്ട് അത് നമ്മൾ ആ ഒരു ഹൈ PEയിൽ ഗ്രോത്തിനെക്കാട്ടിലും ഹൈ PEയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ ഡെവലപ്പ് ആവാനുള്ള ചാൻസ്. ഇനി ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് നാളുകളൊക്കെ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒറ്റയടിക്കൊന്നും ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തത്തില്ല. അതിൻ്റേതായിട്ടുള്ള സമയം മാർക്കറ്റ് എടുക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ഈ പെർസെൻറ്റേജ് റിട്ടേൺസ്, അതായത് ഇപ്പം ഈ 37% ഈ ഒരു ഗ്രോത്ത് 44-74 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേറ്റിലേക്ക് ഒരു സ്വിങ്ങിൻ്റെ എൻട്രിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പം പരിഗണിക്കുക. സ്വിങ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ 44-72 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 37% ഒരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടും. നമ്മളിവിടെ നേരത്തെ കണ്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഹയർ ആയിട്ടുള്ള ഫോർമേഷനിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാറ്റേൺ ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് അടുത്ത ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇനിയും വീണ്ടും ഈ ഒരു ഫോർമേഷനിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ല നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് കൊടുക്കാൻ ആണെങ്കിൽ അടുത്ത 51% ഗ്രോത്ത്, അതായത് ഈ 49-33 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേറ്റിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓൾമോസ്റ്റ് 50% ഒരു ഗെയിന് ഈ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഫെയർ വാല്യൂവിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി തേർഡ് ഫെയർ വാല്യൂ ആയിട്ടുള്ള 166% ഒരു ഗ്രോത്ത് 8689 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാർഗറ്റ് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള ഒരു പാറ്റേണിൽ ഇവിടേക്ക് മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആയിട്ടുണ്ടെങ്കിൽ എത്താം. അതേപോലെ തന്നെ ആ ഫോറക്സിൻ്റെ ലോങ് ടൈമിൽ ഈ
ഒരു കമ്പനി നല്ല രീതിക്ക് ഇതിൻ്റെ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ടൈം ആഫ്റ്റർ ടൈം ഈ ഒരു പ്രോഫിറ്റ് ഇവിടെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17 കോടിയിൽ നിന്ന് 19 കോടി, പിന്നെ 40 കോടി, അവിടുന്ന് 40 കോടിയിൽ നിന്ന് ഡബിളാണ് ഇപ്പം ട്രെയിലിംഗ് 12 മന്തിലെ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് നിൽക്കുന്നത്. ഇനി 2 ക്വാർട്ടർ ബാക്കിയുണ്ട്. അപ്പം ഈ 40 കോടിയിൽ നിന്ന് 80 കോടി, അത്രയും ഹൈ ഗ്രോത്തിലാണ് ഈ ഒരു കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഭാവിയിൽ ഇതേപോലെ തന്നെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിൻ്റെ ടോപ്പ് ലൈനും അതുപോലെ തന്നെ ബോട്ടം ലൈനും ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഹൈ ഗ്രോത്തിൽ പോകുന്ന ആ ഒരു സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഹൈ പി മാർക്കറ്റ് കമാൻഡ് ചെയ്യും. അങ്ങനെ ഹൈ പി കമാൻഡ് ചെയ്യുമ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഏണിങ്സിൻ്റെ ഫോർവേഡ് ആയിട്ടുള്ള അതുപോലുള്ള കാൽക്കുലേഷൻസ് എടുത്തിട്ട് ഹൈ പിയും കൊടുത്തിട്ട് മാർക്കറ്റ് അതിന് വീണ്ടും നല്ല രീതിക്ക് തന്നെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. പിന്നെ നമ്മൾ എത്രയൊക്കെ ഇങ്ങനെയുള്ള ഫോർവേഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചാർട്ട് തന്നെയാണ്. കാരണം ചാർട്ടിൽ ആണ് നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽസ് നോക്കി ഫോർവേഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നോക്കി ഫെയർ വാല്യൂ നോക്കി ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു നേട്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കുന്ന പോലെ കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട്, വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, ഒരു ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു റേഞ്ചിൽ ഇതുപോലെ തന്നെ കുറച്ച് കാലം ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പിന്നെ അടുത്തൊരു റാലി തരാനായിരിക്കും മിക്കവാറും ചാൻസ് ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. ഒറ്റയടിക്ക് മാർക്കറ്റ് ഒരിക്കലും മുകളിലേക്ക് പോകത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലെഗിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ഈ ഒരു ടോപ്പിലേക്കുള്ള ഈ ഒരു റാലിയുടെ 50% എന്ന് പറയുന്നത് ഇത് ഫിബ് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഫിബിൻ്റെ ഗോൾഡൻ ഏരിയ എന്നൊക്കെ പറയും ഈ ഒരു 0.5 0.6 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അപ്പോൾ മാർക്കറ്റ് ചിലപ്പം ഇവിടേക്കൊക്കെ വന്നിട്ട് വീണ്ടും പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാകും. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെ ട്രേഡ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഷോർട്ട് ടൈമിലുള്ളൊരു പൊസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ അവർ മിക്കവാറും ചെയ്സ് ആയിട്ടുള്ള ലോല് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു ടാർഗറ്റ് 1:2 1:3 ഒക്കെ ടാർഗറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പം അവിടെ എന്താണ് സംഭവിക്കുക, മാർക്കറ്റ് ഇതുപോലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് അതിൻ്റെ നെക്സ്റ്റ് ഫർദർ മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ടാവുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിനെ പറ്റി നല്ല പഠിച്ചിട്ട് അതിന് മനസ്സിലാക്കുക, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് എൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗ് ആണെങ്കിൽ പോലും സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ ഒരു കമ്പനിയിൽ പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, നല്ല നല്ല ക്ലയൻസ് ഉണ്ട്, ഭാവിയിലേക്ക് അവർ നല്ല നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർട്ടിൽ നമുക്ക് ആ ഒരു പാറ്റേൺസ് കാണാനുണ്ട്. ചാർട്ട് ഇത്രയും ബുള്ളിഷായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമ്പനി നല്ലതായതുകൊണ്ടാണ് മാർക്കറ്റ് അപ്പോൾ ഇതിന് പ്രീമിയം വാല്യൂഷൻ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുവരെ ആ ഒരു പ്രീമിയം വാല്യൂഷൻ കൊടുക്കുന്നതിൽ നിന്ന് ഒരു ഡ്രോപ്പ് മാർക്കറ്റ് വലിയ രീതിക്ക് തന്നിട്ടില്ല. അപ്പം ബൈ ചാൻസ് ഈ ഒരു ഡ്രോപ്പ് വരികയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള 2400 2000 2400 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രീമിയം റേഞ്ചിൽ നിന്ന് ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ 0.56 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പം സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കുന്നവർ ഈ ഒരു സംഭവം മൈൻഡിൽ വെക്കുക. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഹയർ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് എടുക്കുന്നവരാണ് നിങ്ങൾക്ക് അത് പ്രശ്നമില്ല. നിങ്ങൾ ആ രീതിക്കാണ് നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ റിസ്ക് മാനേജ്മെൻറ്റും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ ഒരു ട്രേഡിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കില്ല, ഞാൻ എൻ്റെ പൊസിഷൻ സൈസ് ചെയ്യുക. എങ്ങനെയാണ് എത്ര പെർസെൻറ്റേജ് അലൊക്കേഷനാണ് സ്റ്റോക്കിൽ കൊടുക്കേണ്ടത് ആ ചാർട്ട് കണ്ടിട്ടും അതിൻ്റെ ഗ്രോത്ത് കണ്ടിട്ടൊക്കെ അതിനനുസരിച്ച് അലൊക്കേഷൻ കൊടുത്തിട്ട് നമ്മളൊരു സ്റ്റോക്കിൽ 10% കൂടുതലൊന്നും അലൊക്കേഷൻ ഒരിക്കലും കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളിൽ പുറത്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ചെറിയ കോൺഫിഡൻസ് ഉള്ളൂ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ്റെ പുറത്താണ് നിങ്ങൾ ഒരു സ്റ്റോക്കിൽ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് അലൊക്കേഷൻ കൊടുക്കുക. അങ്ങനെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകുക. അപ്പം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചാർട്ട് നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇതിനിയും മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി 4600 സംതിങ് കോടിൻ്റെ 4500 കോടിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് മാത്രമായിട്ടുള്ളൂ. ഇവിടുന്ന് ഇനിയും ഇത് ഒരുപാട് മൂവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ചാർട്ടിൽ നോക്കേണ്ടത് വേറൊരു കാര്യമാണ്. ഇത്രയും വലിയൊരു വോളിയം വന്നതിന് ശേഷം ഇവിടെ 748 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേഞ്ചിൽ നിന്നാണ് ഇത്രയും വലിയൊരു വോളിയം വന്ന് ബ്രേക്ക്ഔട്ട് നടത്തി. ഇങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട് നടത്തി ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരുമ്പോൾ അത് മിനിമം ഒരു 10x എങ്കിലും വരേണ്ടതാണ്. അതായത് 748 എന്ന് പറയുന്ന റേറ്റിൽ നിന്ന് 7450 എന്ന് പറയുന്ന റേറ്റിലേക്കെങ്കിലും മിനിമം എത്തേണ്ടതാണ്. ഇപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 3400 എന്ന് പറയുന്ന റേറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയും ഇത് മൂവ്മെൻറ്റ്സ് വരാൻ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് ചാർട്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ചാർട്ടുകൾ കണ്ടാൽ മനസ്സിലാവും. ലോങ് ടൈം ഒരു അക്യുമുലേഷൻ നടന്ന് നല്ല വോളിയംസ് വന്ന് ബ്രേക്ക്ഔട്ട് നടന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചാർട്ട് പാറ്റേൺസ് ക്വിക്കായിട്ട് തന്നെ 10x റിട്ടേൺ തന്നിട്ടായിരിക്കും അടുത്ത ഒരു റിലാക്സിങ് പോയിന്റിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇത്രയും വോളറ്റിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതൊരു 10x റിട്ടേൺ തന്നിട്ടില്ല. ചെറിയ കമ്പനിയൊക്കെ പെട്ടെന്ന് 2-3 കൊല്ലം കൊണ്ടൊക്കെ 10x റിട്ടേൺ തരാമെന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് കുറേ ചാർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇനി ഇവിടുന്ന് ഒരുപാട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഈ പ്രോഫിറ്റ് ഗ്രോത്ത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഈ ചാർട്ടിൻ്റെ പാറ്റേൺ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ മനസ്സിലാക്കാം. ഒരു കാര്യം ആലോചിക്കുക, എപ്പോഴും ആൾക്കാരെ ട്രാപ്പാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് സപ്പോർട്ടിൽ എടുത്തിട്ട് മുകളിലേക്ക് തന്നെ ചിലപ്പോൾ പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പ്രൈസ് ആക്ഷൻ, ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ആൾക്കാരെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട് ഒരു കൺസൾട്ടേഷൻ തന്നിട്ട് നിങ്ങൾ ഫർദർ മുകളിലേക്ക് പോയേക്കാം. അപ്പം നിങ്ങൾ ഇപ്പോൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ വിചാരിക്കുന്നതിൻ്റെ ഒരു 50% കറണ്ടിലുള്ള ലെവലിലും
ആദ്യത്തെ മാർക്കറ്റ് ഒരു ക്രാഷ് ചെയ്തിരുന്നത് കുറച്ച് താഴത്തേക്ക് വരികയാണെങ്കിൽ കുറച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 50% പല ഏരിയകളായിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പെർസെൻറ്റേജിൻ്റെ അലൊക്കേഷൻ ആണ് വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പെർസെൻറ്റേജ് അലൊക്കേഷൻ വെച്ചിട്ട് ഒരു കുറച്ച് ലോങ് ടൈം ഒരു 1 to 3 ഇയറിൻ്റെ ഉള്ളിൽ റിട്ടേൺ ഒരു ഈ പറയുന്ന ഫോറക്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ചെറിയ റിട്ടേൺ എന്നല്ല. ഒരു 3 കൊല്ലം കൊണ്ട് ഫോറക്സിൻ്റെ റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് വേറൊരു ടൂളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്രയും ഒരു ലോങ് പീരീഡിൽ ഒരു വ്യൂ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ റിസൾട്ടും കൂടെ നോക്കുക. റിസൾട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഒരു ക്വാർട്ടറിലെ റിസൾട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കരുത്. ഒരു 2-3 ക്വാർട്ടറിലൊക്കെ ബാഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജികൾ എടുക്കുക. അല്ല അത് ഗ്രോ ചെയ്യുന്നത് നല്ല രീതിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്യൂച്ചർ ആയിട്ടുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫെയർ വാല്യൂസ് വെച്ചിട്ട് ഇത്ര പെർസെൻറ്റേജ് എന്തെങ്കിലും ഗെയിംസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ലോങ് ടൈമിൽ ഒരു വിഷൻ കണ്ടിട്ട് അതിൽ എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിട്ടാണ് എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡോക്യുമെന്റ്സിൽ പോയിട്ട് ഇതിൻ്റെ കോൺകോൾസുകളൊക്കെ വായിക്കുക. അതിൽ കമ്പനി പല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ കൊടുക്കുന്നുണ്ട്. PPT പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസൾട്ടുകൾ വായിച്ചിട്ട് നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ അബൌട്ട് സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേയേറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക.